അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യം ഓർമ്മിച്ചിട്ട് പോവാം. റോംബസ് നമ്മൾ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതാണ്. റോംബസ് എന്തായിരുന്നു? റോംബസ് അഥവാ സമഭുജ സാമാന്തരികം എന്തായിരുന്നു? യെസ്, സമഭുജ സാമാന്തരികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്തരികത്തിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള സാമാന്തരികത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമഭുജ സാമാന്തരികം അഥവാ റോംബസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. എല്ലാ സൈഡും ഈക്വൽ ആണ്. ഓക്കെ, ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതിന്റെ ഡയഗണൽസ് ഏതൊക്കെയാ ഡയഗണൽസ്? ഞാൻ ഇവിടെ വരക്കുന്നുണ്ട്. ഡയഗണൽസ് പരസ്പരം ലംബ സമഭാജിയായിരിക്കും. ഓക്കെ, അതായത് ഈ രണ്ട് വികരണങ്ങൾ ഞാനിവിടെ പേര് കൊടുക്കാണ്. ABCD എന്ന ഈ റോംബസിന്റെ രണ്ട് വികരണങ്ങൾ വരക്കാണ്. D1 എന്നുള്ളതും D2 എന്നുള്ളതും. ഓക്കെ, ഇവ പരസ്പരം ലംബ സമഭാജിയായിരിക്കും. അതിന്റെ മീനിങ് എന്താണ്? ഇതിന്റെ വികരണങ്ങൾ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിൽ ഈ ആംഗിൾസ് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഇവിടെ ഞാൻ O എന്നുള്ള പേര് കൊടുക്കുകയാണെങ്കിൽ ഈ OA എന്ന് പറയുന്നതും OC എന്ന് പറയുന്നതും ഇതിൽ OA ഈക്വൽ ആയിരിക്കും OC. അതേപോലെ OD ഈക്വൽ ആയിരിക്കും OB. ഓക്കെ, ഇത് നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയുള്ള ഈ ആംഗിൾ, ഈ എയിലുള്ള ഈ ആംഗിൾ, അതിന്റെ എല്ലാ ഡയഗണൽസും ഏത് മൂലയിൽ നിന്നാണോ വരുന്നത് അവിടെയുള്ള ആംഗിൾസിനെ സമഭാഗം ചെയ്യും. അതായത് ഇവിടെ സപ്പോസ് ഒരു 120 ആണെന്ന് വിചാരിച്ചോ. ആംഗിൾ A 120 ആണെങ്കിൽ ഇവിടെയുള്ള ഈ ഡയഗണൽ D2 എന്ന് പറയുന്ന ഈ ഡയഗണൽ ഈ ആംഗിളിനെ 60 ആയിട്ട് ഭാഗിക്കും. ഓക്കെ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഡയഗണൽ D2 എന്ന് പറയുന്ന ഡയഗണലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഈ ആംഗിളിനെ 60 ആയിട്ട് ഭാഗിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ പരപ്പളവ് എങ്ങനെയാ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഏരിയ ഓഫ് ദ റോംബസ് നമ്മൾ പഠിച്ചതാണ്. ഹാഫ് ഇൻറ്റു D1 D2. ഇതിന്റെ വികരണങ്ങളുടെ ഹാഫ് ഇൻറ്റു വികരണങ്ങളുടെ പ്രോഡക്റ്റ്. ഇവിടെ പരപ്പളവ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഈ D1ഉം D2ഉം നമുക്ക് അറിയാണെങ്കിൽ അതിനെ ഹാഫ് കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പരപ്പളവ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ഈ തന്നിട്ടുള്ള റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കണം. തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിന്റെ സൈഡ്സ് 5 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൂടാതെ ആംഗിൾ 100 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് ഈ റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഞാൻ ആദ്യം ഇതിനൊരു പേര് കൊടുക്കാണ്, ABCD. ഓക്കെ, നമുക്കറിയാം ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു D1 D2. ഓക്കെ, അപ്പൊ ഞാൻ വികരണം വരക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈ 100 എന്നുള്ള ആംഗിൾ എന്താകും? വികരണം അതിനെ സമഭാഗം ചെയ്യും. 50ഉം 50 ആയി മാറും. ഓക്കെ, ഈ വികരണം കൂട്ടിമുട്ടുന്ന പോയിന്റിന് O എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ OAD എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആണല്ലോ. വികരണങ്ങൾ പരസ്പരം ലംബ സമഭാജിയായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ 90 ആയിരിക്കും. ഈ ആംഗിൾ 50 ആണ്. ഓക്കെ, ഈ ഒരു ട്രയാങ്കിളിന്റെ ഈ ഒരു സൈഡും 5 സെന്റിമീറ്റർ ആയിരിക്കും. എല്ലാ സൈഡും 5 സെന്റിമീറ്റർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ട്രയാങ്കിൾ AOD, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AD എന്താണ്? AD ഈക്വൽ ടു 5 സെന്റിമീറ്റർ. ഈ ഒരു ട്രയാങ്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ AD എന്നുള്ള സൈഡ് 5 സെന്റിമീറ്റർ ആണ്. നമുക്ക് എന്താ കിട്ടേണ്ടത്? ഈ ഒരു ഡയഗണലാണ് കിട്ടേണ്ടത്. അതായത് DB എന്ന് പറയുന്ന ഡയഗണൽ കണ്ടുപിടിക്കണം. അപ്പൊ ഈ OD എന്നുള്ള സൈഡ് നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ. ഓക്കെ, സപ്പോസ് ഇതൊരു X ആണ് എടുത്തോ. അപ്പൊ ഇവിടെയുള്ളത് ഈ OD കിട്ടിക്കഴിഞ്ഞാൽ
ഇത് OBയും ODയും ഈക്വൽ ആണല്ലോ. അപ്പോൾ ഇത് 2 ടൈംസ് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് DB എന്നുള്ള വികരണം കിട്ടുമല്ലോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ OD കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഏത് ഫംഗ്ഷൻ അവിടെ അപ്ലൈ ചെയ്യേണ്ടത്? ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. യെസ്, സൈൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യണമല്ലോ, എങ്കിൽ മാത്രമേ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കിട്ടുള്ളൂ. ഓക്കെ, സോ നമുക്ക് സൈൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. സൈൻ 50 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? OD ഡിവൈഡഡ് ബൈ AD ആണല്ലോ. That is equal to x divided by 5. AD 5 ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ 50 ഈക്വൽ ടു AD ഡിവൈഡഡ് ബൈ AD അല്ല x, നമ്മൾ x കൊടുത്തല്ലോ, x ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ x കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്. ഈ ഡിവൈഡഡ് ബൈ 5 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താകും? ഇൻറ്റു 5 ആകും. സോ x is equal to 5 into sin 50യുടെ വാല്യൂ എത്രയാണ്? 0.7660. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 5 into 0.7660 മീൻസ് 3.83. അതായത് ഈ x നമുക്ക് എത്ര കിട്ടി? 3.83. ഇവിടെയുള്ള OD എന്നുള്ള ഈ ഒരു ഭാഗമാണ് x ആയിട്ട് നമ്മൾ എടുത്തത്. അപ്പൊ നമുക്ക് OD ഇത്ര കിട്ടിക്കഴിഞ്ഞാൽ ഈ DB കണ്ടുപിടിക്കാൻ വേണ്ടി 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതിയല്ലോ. ഓക്കെ, സോ DB ഈക്വൽ ടു 2 ഇൻറ്റു x. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3.83. ഇത് 2നെ കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 2 3s 6, 2 8s 16, 2 3s 3, 3 plus 1 7. So our answer is 7.66. Okay, സെന്റിമീറ്റർ. ഇത് ഏത് സൈഡാണ് കിട്ടിയത്? DB എന്ന് പറയുന്ന ഈ ഡയഗണലാണ് നമുക്ക് കിട്ടിയത്. അതേപോലെ ഈ AC എന്ന് പറയുന്ന ഈ ഡയഗണലും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് അടുത്തതായി ഇതിന്റെ നെക്സ്റ്റ് വികരണം കണ്ടുപിടിക്കാം. AC എന്ന് പറയുന്ന ഈ വികരണം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ തന്നെ കൺസിഡർ ചെയ്യാം. AOD. കൺസിഡർ ദ ട്രയാങ്കിൾ AOD. ഓക്കെ, ട്രയാങ്കിൾ AOD എന്നാൽ ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഏ സൈഡാണ് കിട്ടേണ്ടത്. ഈ OA കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, ഈ OA എന്നുള്ള ഈ സൈഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ OCയും OAയും ഈക്വൽ ആണല്ലോ. ആണ്. അങ്ങനെയെങ്കിൽ ഈ OA എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു ട്രയാങ്കിൾ AODയിൽ നിന്ന് ഈ 50യുടെ ഏത് സൈഡായിട്ടാണ് വരുന്നത്? ഓപ്പോസിറ്റ് സൈഡാണോ അഡ്ജസന്റ് സൈഡായിട്ടാണോ വരുന്നത്? യെസ്, അഡ്ജസന്റ് സൈഡായിട്ടാണല്ലോ ഈ OA എന്ന് പറയുന്ന സൈഡ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഏത് ഫംഗ്ഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്? യെസ്, കോസ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ മതി. കോസ് 50 ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ്. ഓക്കെ, അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണല്ലോ. നമ്മൾ എന്തുകൊണ്ട് ഇവിടെ കോസ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തത്? നമുക്ക് ഇവിടെയുള്ള ഈ സമീപവശമാണ് കണ്ടുപിടിക്കേണ്ടത്, അഡ്ജസന്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അഡ്ജസന്റ് സൈഡുള്ള റേഷ്യോ വരുന്നത് ഏത് ഫംഗ്ഷനിലാണ്? കോസ് ഫംഗ്ഷനിലാണ്. ഓക്കെ, സോ നമ്മൾ കോസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് അഡ്ജസന്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്, ദാറ്റ് മീൻസ് OA, അഡ്ജസന്റ് സൈഡ് OA ആണല്ലോ, ഹൈപ്പോട്ടനസ് എത്രയാണ്? AD. ഓക്കെ, കോസ് 50 is equal to OA divided by AD. ഇവിടെ AD 5 സെന്റിമീറ്റർ ആണല്ലോ. ഓക്കെ, സോ OA is equal to AD into cos 50. AD എത്രയാണ്? 5 into cos 50, that is equal to cos 50യുടെ വാല്യൂ എത്രയാണ്? 0.648. ഓക്കെ, 5 into 0.648. ഇത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 3.214 സെന്റിമീറ്റർ.
ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? OA ആണ് കിട്ടിയത്. നമുക്ക് എന്താണ് കിട്ടേണ്ടത്? AC എന്ന് പറയുന്ന ഈ ഡയഗണലാണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ഈ OA നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ AC എന്നുള്ള ഡയഗണൽ കിട്ടുമല്ലോ. യെസ്, സോ AC is equal to 2 into OA ആണല്ലോ. എന്തുകൊണ്ടാ? നമ്മൾ പഠിച്ചിട്ടുണ്ട് OAയും OCയും ഈക്വൽ ആയിരിക്കും, ഇതൊരു റോംബസ് ആയതുകൊണ്ട്. ഓക്കെ, സോ 2 into OAയുടെ വാല്യൂ എത്രയാണ്? 3.214. ദാറ്റ് ഈസ് ഈക്വൽ ടു 6.428 സെന്റിമീറ്റർ. ഇതാണ് സെക്കൻഡ് ഡയഗണൽ കിട്ടിയത്. നേരത്തെ നമുക്ക് ഫസ്റ്റ് ഡയഗണൽ കിട്ടി, ഇത് സെക്കൻഡ് ഡയഗണൽ. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാലോ. നമുക്കിവിടെ 2 ഡയഗണൽസും കിട്ടി. ഓക്കെ, ഫസ്റ്റ് വൺ DB എന്ന് പറയുന്നത് എത്രയാണ്? 7.66 സെന്റിമീറ്റർ ആണ്. അതേപോലെ AC എന്ന് പറയുന്ന ഡയഗണൽ 6.428 സെന്റിമീറ്റർ ആണ്. സോ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ എങ്ങനെയാ കണ്ടുപിടിച്ചിരുന്നത്? ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു D1 D2. D1 ഉം D2 ഇതാണല്ലോ. D1 എന്ന് പറഞ്ഞത് എന്താണ് റെപ്രസെന്റ് ചെയ്ത? വികരണമാണ്. നമ്മൾ വികരണം കണ്ടുപിടിച്ചു. സോ ഹാഫ് ഇൻറ്റു 7.66 ഇൻറ്റു 6.428 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 24.62 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം റോംബസിന്റെ പ്രോപ്പർട്ടി നമ്മൾ അറിഞ്ഞിരിക്കണം. റോംബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള സമാന്തരികമാണ്. അതേപോലെ അതിന്റെ ആംഗിൾസ്, വികരണം, അതിന്റെ ആംഗിളുകൾ ഏത് മൂലയിൽ നിന്നാണ് ഒരു വികരണം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ആംഗിളിനെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യും. അതേപോലെ തന്നെ ഡയഗണൽസ് ലംബ സമഭാജി ആയിരിക്കും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മിച്ചിരിക്കണം. ഓക്കെ, അടുത്തതായി നമുക്ക് 4th ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈനിന്റെ 2 എഡ്ജിൽ നിന്നും 50 ഡിഗ്രിയുള്ള ഒരു ആംഗിളും അതേപോലെ 65 ഡിഗ്രിയുള്ള ഒരു ആംഗിളും വരച്ച്, ആംഗിളിലും ഉള്ള ലൈനുകൾ വരച്ച് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണെന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഒരു സൈഡും ആ സൈഡിൽ നിന്ന് വെർട്ടക്സിലേക്കുള്ള ഹൈറ്റും വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അതായത് ഏരിയ ഹാഫ് BH. ഇവിടെ ബേസ് 5 സെന്റിമീറ്റർ ആണ്, ഹൈറ്റ് നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ ആംഗിള്, 2 ആംഗിളുകൾ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ആംഗിൾസിന്റെ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാലോ. ഈ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാലോ. യെസ്, ഇത് രണ്ടും ആഡ് ചെയ്താൽ എത്രയാണ്? 65 പ്ലസ് 50 അല്ലേ? 5 6 പ്ലസ് 5 11 115. അപ്പം 180ൽ നിന്ന് 115 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 65. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചോ, ഇവിടെയുള്ള 2 ആംഗിളുകൾ 65ഉം 65ഉം ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള 2 ആംഗിളുകൾ ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസിന് പറയുന്ന പേരെന്തായിരുന്നു? യെസ്, സമപാർശ്വ ത്രികോണം അഥവാ ഐസോസിലസ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഒരു 65ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 5 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 65ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡും 5 സെന്റിമീറ്റർ തന്നെ ആയിരിക്കുമല്ലോ. യെസ്, സോ നമുക്ക് എഴുതാം ഈ 65ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡും 5 സെന്റിമീറ്റർ. ഓക്കെ, ഇനി ഞാൻ ഈ സി എന്ന വെർട്ടക്സിൽ നിന്ന് AB എന്ന് പറയുന്ന ഈ ബേസിലേക്ക് ഒരു വികരണം വരക്കുകയാണ്. വികരണമല്ല, ഒരു പെർപെൻഡിക്കുലർ വരക്കുകയാണ്. ഓക്കെ, അപ്പോ ഇവിടെയുള്ള ആംഗിൾ 90, ഇവിടെ ഞാൻ D എന്ന് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഈ ADC എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളിനെ മാത്രം കൺസിഡർ ചെയ്യാം. ADC ട്രയാങ്കിൾ ADC എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ 50ക്ക് നമുക്ക് ഈ ഹൈറ്റ് അല്ലേ കിട്ടേണ്ടത്? സിയിൽ നിന്ന്, സി എന്ന ഈ വെർട്ടക്സിൽ നിന്ന് AB എന്ന് പറയുന്ന ഈ ബേസിലേക്കുള്ള ഹൈറ്റ് കിട്ടണം. ഓക്കെ, അപ്പോ ഈ ഒരു ആംഗിൾ, ഈ 50 എന്ന് പറയുന്ന ഈ ഒരു ആംഗിളിന്റെ ഏത് സൈഡായിട്ടാണ് വരുന്നത്? ഈ DC എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ആണല്ലോ. യെസ്, അങ്ങനെയെങ്കിൽ നമുക്ക് ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കാം? അവിടെ
ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഉപയോഗിക്കാം? യെസ്, നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് വന്നത് കാരണം സൈൻ ഫംഗ്ഷൻ ഉപയോഗിക്കാം. ദാറ്റ് മീൻസ് സൈൻ 50. ഈ 50-ല് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ സൈൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ 50 ഈക്വൽ ടു DC ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ് ആണല്ലോ, അതായത് കർണം AC. ഓക്കെ, ഇനി ഈ AC എന്നുള്ള സൈഡ് 5 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. DC ഡിവൈഡഡ് ബൈ 5 സൈൻ 50. ഓക്കെ, ഇനി നമുക്ക് DC മാത്രം അവിടെ വെച്ചതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ഇങ്ങോട്ട് എടുക്കാം. 5 ഇൻറ്റു സൈൻ 50, 5 ഇൻറ്റു സൈൻ 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു സൈൻ 50യുടെ വാല്യൂ എത്രയാണ്? 0.7660. ഓക്കെ, അപ്പൊ നമുക്കിത് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 3.83 സെന്റിമീറ്റർ എന്നുണ്ട്. അതായത് DC എന്നുള്ള സൈഡ് നമുക്ക് കിട്ടി, അതായത് ഹൈറ്റ് കിട്ടി. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാലോ. എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുക? ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 5 ഇൻറ്റു 3.83. ഓക്കെ, ഇത് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 9.575 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ ബൈ.